ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അവിടെ നമുക്ക് പറയാനുള്ള ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്നൊരു ഭാഗമാണ്. എന്താണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് നോക്കാം. ഇൻ ഇന്ത്യ, എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിയുടെ ഏജൻ്റ് ആയിട്ടാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിനെ ഇന്ത്യയിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദേ ആർ ദ ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ദ ഡെപ്പോസിറ്ററി ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ്. ഡെപ്പോസിറ്ററീസും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറീസ് ആണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. The relationship between the depositories and the depository participant is governed by an agreement made between the two under the Depositories Act. അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും ഡെപ്പോസിറ്ററിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത് നൽകിയിരിക്കുന്നത് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ എൻ എഗ്രിമെൻറ്റ് മെയ്ഡ് ബിറ്റ്വീൻ ദ ടു അണ്ടർ ദ ഡെപ്പോസിറ്ററീസ് ആക്ട്. ഡെപ്പോസിറ്ററീസ് ആക്ട് പ്രകാരമാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഏജൻറ്റ് ഓർ ദ രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കർ ഓഫ് എ ഡെപ്പോസിറ്ററി. ഒരു ഡെപ്പോസിറ്ററിയുടെ രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കറിനെയോ അല്ലെങ്കിൽ ഏജൻറ്റിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ ഡെപ്പോസിറ്ററി. ഒരു ഡെപ്പോസിറ്ററിയുടെ ഏജൻറ്റിനെയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത്. ദേ ആർ ദ ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ദ ഡെപ്പോസിറ്ററി ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ്. ഡെപ്പോസിറ്ററീസും ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഇൻ്റർമീഡിയറീസാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആൻഡ് ദ ഡെപ്പോസിറ്ററി ഈസ് ഗവേൺഡ് ബൈ എൻ എഗ്രിമെൻറ്റ് മെയ്ഡ് ബിറ്റ്വീൻ ദ ടു അണ്ടർ ദ ഡെപ്പോസിറ്ററീസ് ആക്ട്. ഡെപ്പോസിറ്ററീസ് ആക്ട് പ്രകാരം ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിന് പ്രകാരമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്പോസിറ്ററി ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഏജൻറ്റ് ഓർ ദ രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കർ ഓഫ് എ ഡെപ്പോസിറ്ററി. ഒരു ഡെപ്പോസിറ്ററിയുടെ ഏജൻറ്റിനെയോ രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കറിനെയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൻ്റെ ഡീമെറ്റീരിയലൈസേഷനാണ് ആദ്യത്തെ ഒരു ഫങ്ഷനായിട്ട് പറയുന്നത്. രണ്ടാമത്തേത് ട്രാൻസ്ഫർ ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസ്ഫർ. മൂന്നാമത്തേത് ചേഞ്ചിങ് ദ ബെനഫിഷ്യൽ ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസിൻ്റെ ബെനഫിഷ്യൽ ഓണർഷിപ്പ് ചേഞ്ചിങ് ചെയ്യുക. നാലാമത്തേത് പ്ലഡ്ജിങ് ആൻഡ് അൺപ്ലഡ്ജിങ് ഓഫ് സെക്യൂരിറ്റീസ് ഫോർ എ ലോൺ എഗെയിൻസ്റ്റ് ദ ഷെയർസ്. ഷെയറുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലോണുകൾ പ്ലഡ്ജ് ചെയ്യുക, അൺപ്ലഡ്ജിങ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ്സ് വിച്ച് ആർ ഡൺ ഓൺ ദ എക്സ്ചേഞ്ച് കണക്റ്റഡ് ടു ദ ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററീസുമായി കണക്ട് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കുക എന്നുള്ളതും ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസാണ്. ഇപ്പോൾ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസിൻ്റെ ഡീമെറ്റീരിയലൈസേഷൻ, സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസ്ഫറിങ്, സെക്യൂരിറ്റീസിൻ്റെ ഓണർഷിപ്പിൻ്റെ ചേഞ്ചിങ് ദ ബെനഫിഷ്യൽ ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസിൻ്റെ ബെനഫിഷ്യൽ ഓണർഷിപ്പുകൾ ചേഞ്ച് ചെയ്യുക. പ്ലഡ്ജിങ് ആൻഡ് അൺപ്ലഡ്ജിങ് ഓഫ് സെക്യൂരിറ്റീസ് ഫോർ എ ലോൺ എഗെയിൻസ്റ്റ് ദ ഷെയർസ്, ഷെയറുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സെക്യൂരിറ്റികളുടെ പ്ലഡ്ജിങ് ആൻഡ് അൺപ്ലഡ്ജിങ് നടപ്പിലാക്കുക. സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ്സ് വിച്ച് ആർ ഡൺ ഓൺ ദ എക്സ്ചേഞ്ച് കണക്റ്റഡ് ടു ദ ഡെപ്പോസിറ്ററീസ്, ഡെപ്പോസിറ്ററീസുമായി കണക്ട് ചെയ്തിട്ട് ട്രേഡ് സെറ്റിൽമെൻറ്റ് എന്നുള്ളത് നടപ്പിലാക്കുക. അടുത്ത് പറയാനുള്ളത് NSDL ആണ്. NSDL എന്ന് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്നുള്ളതാണ് NSDLൻ്റെ ഫുൾ ഫോം. NSDL ഈസ് എൻ ഇന്ത്യൻ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ബേസ്ഡ് ഇൻ മുംബൈ. മുംബൈയിൽ ബേസ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ള സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിയാണ് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആഗസ്റ്റ് 1996. 1996 ആഗസ്റ്റിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ഇൻ ഇന്ത്യ വിത്ത് നാഷണൽ കവറേജ്. ഇന്ത്യയിലുള്ള ആദ്യത്തെ ഫസ്റ്റ് ഇലക്ട്രോണിക് സെക്യൂരിറ്റി ആയിട്ട് 1996 ആഗസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒന്നാണ് NSDL എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മുംബൈ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് മുംബൈയിൽ ആണ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് NSDL ഈസ് എൻ ഇന്ത്യൻ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി. ഇന്ത്യയുടെ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിയാണ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററിയാണ്. അത് മുംബൈയിലാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിലുള്ള ഒരു സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന് പറയുന്നത് സ്ഥാപിച്ചിരിക്കുന്നത് മുംബൈയിലാണ്. 1996 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ഇൻ ഇന്ത്യ വിത്ത് നാഷണൽ കവറേജ്. നാഷണൽ കവറേജോട് കൂടിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ് ആണ് 1996 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള NSDL എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് മുംബൈയിൽ ആണ്.
അടുത്ത പറയുന്നതാണ് CDSL. CDSL എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് ഈസ് ദ ഫസ്റ്റ് ലിസ്റ്റഡ് ഇന്ത്യൻ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ബേസ്ഡ് ഇൻ മുംബൈ. മുംബൈയിൽ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലിസ്റ്റഡ് സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ് CDSL എന്ന് പറയുന്നത്. It was set up with the objective of providing convenient, dependable and secure depository services at affordable cost to all market participants. എല്ലാ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനും അഫോർഡബിൾ കോസ്റ്റിന് ഡെപ്പോസിറ്ററി സർവീസസ് സെക്യൂർ ചെയ്യുക, കൺവീനിയൻറ്റ് ഒബ്ജക്റ്റീവോട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിനു വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് CDSL എന്ന് പറയുന്നത്. CDSL വാസ് സെറ്റപ്പ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് കൺവീനിയൻ്റ് ആയതും ഡിപ്പെൻഡബിൾ ആൻഡ് സെക്യൂർ ഡെപ്പോസിറ്ററി സർവീസസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റിൽ ഡെപ്പോസിറ്ററി സർവീസസ് സെക്യൂർ ചെയ്യുക, കൺവീനിയൻ്റ് ഒബ്ജക്റ്റീവോടുകൂടി പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒന്നാണ് CDSL എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഫെബ്രുവരി 1999. 1999 ഫെബ്രുവരിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മുംബൈ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത് മുംബൈയിൽ ആണ്. ഇറ്റ് വാസ് ഇനീഷ്യലി പ്രൊമോട്ടഡ് ബൈ BSE ലിമിറ്റഡ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇതിനെ ഇനീഷ്യലി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള സെൻട്രൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്. ഇത് മുംബൈയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ 1999 ഫെബ്രുവരിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്. അടുത്ത ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. Securities Trading Corporation of India was set up as a wholly owned subsidiary of Securities Trading Corporation of India in 2006. 2006 ഡെവലപ്പ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഹോളി ഓൺഡ് സബ്സിഡിയറിയാണ് STCI എന്ന് പറയുന്നത്. STCI was among one of the first primary dealers in the country, set up in 1994 as a subsidiary of RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി ആയിട്ട് 1994 സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രൈമറി ഡീലറാണ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് എമംഗ് വൺ ഓഫ് ദ ഫസ്റ്റ് പ്രൈമറി ഡീലേഴ്സ്. ആദ്യത്തെ പ്രൈമറി ഡീലറാണ് ഇൻ ദ കൺട്രി. രാജ്യത്തുള്ള ആദ്യത്തെ പ്രൈമറി ഡീലറാണ്. 1994 സെറ്റപ്പ് ചെയ്തതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഒരു പ്രൈമറി ഡീലറാണ് STCI എന്ന് പറയുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ആസ് എ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇൻ 2006. STCI was among one of the first primary dealers in the country, set up in 1994. 1994 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയറി ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രൈമറി ഡീലറാണ് STCI എന്ന് പറയുന്നത്. അടുത്തത് SHCIL. SHCIL എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ മുഴുവൻ രൂപം. ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കസ്റ്റോഡിയൻ ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ബേസ്ഡ് ഇൻ മുംബൈ. മുംബൈയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റോഡിയൻ ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986 ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആൻഡ് ഈസ് എ സബ്സിഡിയറി ഓഫ് IFCI. 1986 ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതും അതുപോലെ തന്നെ IFCIയുടെ ഒരു സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയും കൂടിയാണ് SHCIL എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കസ്റ്റോഡിയൻ ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ബേസ്ഡ് ഇൻ മുംബൈ. മുംബൈയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇന്ത്യൻ കസ്റ്റോഡിയൻ ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് SHCIL എന്ന് പറയുന്നത്. 1986 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട്. അതുപോലെ തന്നെ IFCIയുടെ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡിയറിയാണ് SHCIL എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ സ്റ്റാമ്പിംഗ് സിസ്റ്റം അറൗണ്ട് ഇന്ത്യ. ഇന്ത്യയിൽ സ്റ്റാമ്പിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് SHCIL എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ കസ്റ്റോഡിയൻ ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ബേസ്ഡ് ഇൻ മുംബൈ. മുംബൈയിൽ ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കസ്റ്റോഡിയൻ ആൻഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ് SHCIL എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1986 ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. 1986 ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് IFCIയുടെ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡിയറി കമ്പനി കൂടിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയെ മുഴുവനായിട്ട് സ്റ്റാമ്പിംഗ് സിസ്റ്റം നടപ്പിലാക്കാൻ ഇത് റെസ്പോൺസിബിൾ ആണ്. ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ സ്റ്റാമ്പിംഗ് സിസ്റ്റം അറൗണ്ട് ഇന്ത്യ. അപ്പം നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും SHCIL, STCIL, CDSL, NSDL എന്നിവയെക്കുറിച്ചാണ്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ.
താങ്ക് യു.